ഉണ്ണിയേട്ടൻ്റെ തമ്പുരാട്ടിക്കുട്ടി രണ്ടാം ഭാഗം. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഡാ ചതിക്കല്ലേടാ മോനെ, ഒന്നുമില്ലേലും കുറേ പഴവും ശർക്കരയും കരിമ്പും ഒക്കെ നിനക്ക് തന്നിട്ടില്ലേടാ ഞാൻ കടവിൽ നീ കുളിക്കാൻ വരുമ്പോൾ. ഉണ്ണി അവൻ്റെ മുമ്പിൽ പരുങ്ങി നിന്നു. പക്ഷെ കുട്ടിശങ്കന് യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നു. ഇടയ്ക്ക് മുറം പോലെയുള്ള ചെവികൾ വെറുതെ ആട്ടുന്നുമുണ്ട്. പാവല്ലേടാ ഞാൻ, എൻ്റെ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് വേഗം പൊക്കോളാടാ. കിടന്ന് അലറി ബാക്കിയുള്ളവരെ കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുപ്പിക്കല്ലേടാ ശങ്കര. ദയനീയമായി കൈകൂപ്പിക്കൊണ്ട് കേഴുന്ന ഉണ്ണിയുടെ തലയിൽ തുമ്പി കൈകൊണ്ടൊരു കൊട്ടു കൊടുത്തവൻ. വേദനിച്ചെങ്കിലും കാര്യം നടന്നാൽ മതിയെന്നുള്ളത് കൊണ്ട് ഉണ്ണി ഒന്ന് ഇളിച്ചു കാട്ടി. എൻ്റെ ചക്കരയല്ലേ, ഇനി ആവർത്തിക്കില്ലടാ. അല്ലേലും നിനക്കൊക്കെ പ്രേമത്തെക്കുറിച്ച് എന്തറിയാം? പുച്ഛിച്ചുകൊണ്ട് പറയുന്ന ഉണ്ണിയെ ശങ്കരനൊന്ന് ദേഷ്യത്തോടെ നോക്കി. പിന്നെ ചെറിയ രീതിയിലൊന്ന് ചിഹ്നം വിളിച്ചു. മുറ്റത്തിരിക്കുന്ന അനന്തൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്കായപ്പോൾ ഉണ്ണി വേഗം ശങ്കരൻ്റെ പുറകിൽ ഒളിച്ചു. അനന്തൻ പി എക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകി അയാളെ പറഞ്ഞു വിട്ടിട്ട് വീടിനകത്തേക്ക് കയറി. അതിനു മുൻപ് കുട്ടിശങ്കരനെ ഒന്ന് നോക്കാനും മറന്നില്ല. ശങ്കരൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്ന ഉണ്ണി പതിയെ അവൻ്റെ മുന്നിലേക്ക് ചെവിയരികിൽ വന്ന് നിന്നു. കണ്ണുകൾ കൊണ്ട് എന്തോ സിഗ്നൽ നൽകി. പതിയെ ശങ്കരനൊന്ന് കുനിഞ്ഞ് മുൻകാലുകൾ മടക്കി വെച്ചു കൊടുത്തു. വട്ടക്കയറിൽ പിടിച്ച് കാലുകൾ മുകളിലേക്ക് ചവിട്ടി ശങ്കരൻ്റെ മുതുകിലേക്ക് ഉണ്ണി വലിഞ്ഞു കയറി. എന്നിട്ട് കാലുകൾ ഇരുവശങ്ങളിലേക്ക് ഇട്ട് ഒന്ന് ഉറച്ചിരുന്നു. പിന്നെ സ്നേഹത്തോടെ ശങ്കരൻ്റെ മസ്തകത്തിൽ അരുമയായി ചുംബിച്ചു. എടാ അങ്ങോട്ട് നടക്കണ എൻ്റെ ശങ്കര. ഉണ്ണിയെയും കൊണ്ട് മിത്തുവിൻ്റെ മുറിയുടെ ബാൽക്കണിയുടെ അടുത്തേക്ക് ശങ്കരനെ നടത്തിച്ചവൻ. എന്നിട്ട് ബാൽക്കണി അടുത്തെത്തിയപ്പോഴേക്കും റെയിലിൽ തൂങ്ങിപ്പിടിച്ച് അകത്തേക്ക് ചാടിയവൻ. ശേഷം തിരിഞ്ഞു നിന്ന് കുട്ടിശങ്കരനെ നോക്കി ഒരു ഫ്ലൈങ് കിസ്സും കൊടുത്ത് മുറിക്കകത്തേക്ക് ഉണ്ണി മെല്ലെ കടന്നു. ബെഡ്ലാമിൻ്റെ ചെറിയ വെട്ടം മുറിയിൽ പടർന്നിരുന്നു. ഒപ്പം നനുത്ത പ്രണയഗാനങ്ങളും. ബെഡിൽ കിറങ്ങുന്ന തൻ്റെ പ്രണയത്തെ വാരിപ്പുണരാൻ മനസ്സ് വെമ്പിയെങ്കിലും അടക്കി പിടിച്ചവൻ ബെഡിനരികിലേക്ക് ചെന്നിരുന്നു. അലസമായി മുഖത്തേക്ക് പടർന്നു കിടന്ന മുടിയിഴകൾ പതിയെ സൈഡിലേക്ക് വകഞ്ഞു മാറ്റി ചെവിക്ക് പിറകിലേക്ക് തിരികെ വെച്ചു. പൂർണ്ണ ചന്ദ്രശോഭയിൽ തിളങ്ങുന്ന മുഖം കൈക്കുമ്പിളിലെടുത്ത് പതിയെ ആ നെറുകയിലൊന്ന് മുത്തി. മൂക്കിൻ തുമ്പത്തെ മൂക്കുത്തിയിൽ തൊട്ട് നോക്കി. എത്ര വണ്ടിയിട്ടും മതി വരാത്തതുപോലെ തോന്നിയവന്. ഹൃദയം പെരുമ്പറ കൊട്ടുന്ന പോലെ. ശ്വാസനിശ്വാസങ്ങൾ ഉച്ചത്തിലായി. പ്രണയം എന്ന മായയിൽ സർവവും വിസ്മരിച്ചിരുന്നവൻ എത്രയും പെട്ടെന്ന് തൻ്റെ പ്രണയത്തെ സ്വന്തമാക്കാൻ ഹൃദയം കെഞ്ചിയോ? മാസ്മരിക ലോകത്തെ വികാരത്തിൻ്റെ വർണ്ണങ്ങൾ വിചാരത്തെ അടിച്ചമർത്തുന്നു. നൂല് പൊട്ടിയ പട്ടം പോലെ നെഞ്ചിലെ പ്രണയാമൃതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിശങ്കരൻ്റെ ചങ്ങലകിലുക്കാണ് അവനെ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ണി പോക്കറ്റിനുള്ളിൽ കൈയിട്ട് ഒരു പൊതി പുറത്തേക്കെടുത്തു. കൂടെ ഒരു കത്തും. എന്നിട്ട് രണ്ടും അവളുടെ അടുത്തായി വെച്ചിട്ട് ഒന്നുകൂടി പെണ്ണിൻ്റെ നെറ്റിയിലൊന്ന് അമർത്തി തുമ്പിച്ചവൻ. ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ ഭംഗം വന്നിട്ടോ എന്തോ മൈഥിലിയുടെ നെറ്റിയൊന്ന് ചുളുങ്ങി. ഒരു നോക്കുകൂടെ അവളുടെ രൂപം കണ്ണിൽ നിറച്ച് ഉണ്ണി അവിടെ നിന്ന് ഇറങ്ങി. ബാൽക്കണി സൈഡിൽ നിന്നിരുന്ന ശങ്കരൻ്റെ മുകളിൽ കയറി. എന്നിട്ട് താഴേക്ക് ഊർന്നിറങ്ങി. ശേഷം കണ്ണുകൾ കൊണ്ട് അവനോട് യാത്ര പറഞ്ഞിട്ട് ഉണ്ണി മതിൽ ചാട് റോഡിലേക്ക് ഇറങ്ങി. നേരം പുലർന്നതേയുള്ളൂ. അനന്തനുള്ള ചായയുമായി ശ്രീദേവി മുറിയിലേക്ക് നടന്നു. കുളിച്ച് വേഷം മാറി എങ്ങോട്ടേക്കോ പോകാനുള്ള ധൃതിയിൽ മുടി ചീവുന്ന അയാളെ കണ്ട് അവർ ഒന്ന് അത്ഭുതപ്പെട്ടു. അനന്തേട്ട ചായക്കപ്പ് മുന്നിലേക്ക് നീട്ടി അയാളെ ഒന്ന് നോക്കിയിട്ട് പേടിയോടെ മുഖം കുനിച്ചവർ. മൈഥിലിക്കൊരു കല്യാണാലോചന. അടുത്ത ആഴ്ച പെണ്ണ് കാണൽ. 1 മാസത്തിനകം നിശ്ചയവും കല്യാണവും ഉണ്ടാവും. എൻ്റെ ബിസിനസ് പാർട്ണർ രാജീവൻ്റെ മകൻ രാഹുലാണ് വരൻ. അവൻ അമേരിക്കയിൽ നിന്ന് അടുത്ത ആഴ്ച വരുന്നുണ്ട്. ചായ ഒരിറുക്ക് കുടിച്ച് അയാൾ ശ്രീദേവിയെ നോക്കി. മുഖം കുനിച്ച് തന്നെയാണ് ഇപ്പോഴും. കൂട്ടിപ്പിടിച്ചും ഊരിയും വിരലുകൾ അവരിലെ ആലോചനകളെ വ്യക്തമാക്കുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് എന്തിനാ അനന്തേട്ട കല്യാണം? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ശ്രീദേവി പൂർത്തിയാക്കും മുൻപേ അയാളുടെ നോട്ട അവരുടെ വാക്കുകളെ മുറിച്ചിരുന്നു. നിസ്സഹായ അവസ്ഥയിൽ നെഞ്ചിലെ ആളൽ കണ്ണീരായി പുറത്തേക്ക് പതിച്ചു. ഞാൻ പറയുന്ന കേട്ട് അനുസരിക്കുന്നവർക്ക് ഇവിടെ കഴിയാം. കവിളിലെ പൊള്ളലിൻ്റെ അസഹ്യമായ വേദനയിൽ സാരിയുടെ മുന്താണിയെടുത്ത് ഒപ്പിയവർ. നിറഞ്ഞ കണ്ണുകളിൽ അനന്തൻ്റെ കോപം പൂണ്ട മുഖം അവരിൽ ഭീതി ഉണർത്തി. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ദുഷ്ടനാണ് അയാൾ. സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മകളെ പോലും കൊടുക്കാൻ നടക്കുന്നവൻ. രാജീവിനെയും കുടുംബത്തെയും ശ്രീദേവിക്കറിയാം. കാശിനു വേണ്ടി എന്തും കളിയും കളിക്കുന്നവനാണ് രാജീവ്. അയാളുടെ മകൻ രാഹുൽ അപ്പനേക്കാളും വലിയ ഫ്രോഡാണ്. അവനില്ലാത്ത തെമ്മാടിത്തരങ്ങളുമില്ല.
സകല ചട്ടമ്പിത്തരങ്ങളും ദുശീലങ്ങളും ഉണ്ട് താനും. എല്ലാം അറിഞ്ഞിട്ട് മിത്തുവിനെ രാഹുലിന് കൊടുക്കുന്നതിന് അനന്തൻ എങ്ങനെ മനസ്സ് വന്നത് അവർക്കൊരു നോവായി. സ്വന്തം മകളല്ലേ, ഇത്തിരിയെങ്കിലും ദയ അവളോട് കാട്ടിക്കൂട്ടെ ആനന്ദേട്ട. അവനെപ്പോലുള്ള ഒരുവന് നമ്മളുടെ മോളെ എങ്ങനെയാ കൊടുക്കുക? ചോദിക്കാതിരിക്കാനായില്ല ആ അമ്മ മനസ്സിന്. സ്വന്തം മകളുടെ ജീവിതം നരകത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഏതമ്മയാ സഹിക്കുക? മോളെ തറുതല പറയുന്നോടി. അനന്തല അലറി. എൻ്റെ ലാഭം, എനിക്കതാണ് മുഖ്യം. അതിൻ്റെ ബന്ധങ്ങളെന്ന് പറഞ്ഞു വന്നാലുണ്ടല്ലോ തള്ളും ഞാൻ. ശ്രീദേവിയുടെ കഴുത്തിൽ നിന്നും കൈയെടുത്തിട്ട് അവളെ രൂക്ഷമായി ഒന്ന് നോക്കി വെളിയിലേക്ക് ഇറങ്ങി അയാൾ. ആഞ്ഞൊരു ശ്വാസം എടുത്ത് കഴുത്തിൽ തടവിയവർ. വേദനിക്കുന്നുണ്ട്, അതിനപ്പുറം നെഞ്ചു പിടയുന്നുണ്ട്. കണ്ണിന് മുൻപിൽ മകളുടെ ജീവിതം ചോദ്യചിഹ്നമായി തലയ്ക്ക് മുകളിൽ വാളുപോലെ തൂങ്ങിയാടുന്നു. നിസ്സഹായിയായി ചുവരിൽ ചേർന്നിരുന്ന് കരഞ്ഞു ആ പാവം. ഉറക്കം ഉണർന്നതേ ഫോൺ കയ്യിലേക്കെടുത്തു മൈഥിലി. കണ്ണുകൾ ഗ്യാലറിയിലേക്ക് നീണ്ടു. പ്രൈവറ്റ് ഫോൾഡേഴ്സ് തുറന്ന് അതിനുള്ളിൽ ആക്കി വെച്ചിരിക്കുന്ന ഉണ്ണിയുടെ ഫോട്ടോകളിൽ ആർത്തിയോടെ പെണ്ണ് നോക്കി. അവയിലൊന്ന് അമർത്തി മുത്തി. ശേഷം കണ്ണുകൾ അടച്ച് ആ ചിരിക്കുന്ന മുഖം ഹൃത്തിലേക്ക് ആവാഹിച്ചു. പതിയെ എഴുന്നേറ്റിരുന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയപ്പോഴാണ് കയ്യിൽ എന്തോ തടഞ്ഞതുപോലെ മൈഥിലിക്ക് തോന്നിയത്. ആകാംക്ഷയോടെ ആ പൊതി കയ്യിലേക്കെടുത്തവൾ കൂടെ മടക്കി വെച്ച ഒരു ചെറിയ തുണ്ട് പേപ്പറും. നെറ്റിച്ചൊളിച്ച് അവൾ ആ പൊതിയും കത്തും മാറി മാറി നോക്കി. മടക്ക് തുറന്ന് കത്ത് നിവർത്തി. മോളെ, പിറന്നാൾ ആശംസകൾ. ബോക്സിലൊരുട്ടം വെച്ചിട്ടുണ്ട്. വലിയ കാശൊന്നും മേടിക്കാനുള്ള ആവതില്ല, എന്നാലും കണ്ടപ്പോൾ ഇഷ്ടമായി. അത് ഇട്ടോണ്ട് എൻ്റെ മോളെ അമ്പലത്തിലേക്ക് വരണം കേട്ടോ, ഞാൻ നോക്കിയിരിക്കും എന്ന് നിൻ്റെ മാത്രം ഉണ്ണിയേട്ടൻ. അത് മുഴുവൻ വായിച്ചതും ആ പെണ്ണിൻ്റെ മനസ്സ് സന്തോഷത്തിൽ ആറാടി. തന്നെ കാണാൻ ഉണ്ണിയേട്ടൻ രാത്രി വന്നെന്നോ? വിശ്വസിക്കാനായില്ല അവൾക്ക്. ആ കത്ത് നെഞ്ചോട് ചേർത്ത് തുരുതുരെ മുത്തിയവൾ. സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിക്കുവോ എന്ന് പോലും ആ ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി. പൊതിയുടെ കാര്യം അപ്പോഴാണ് അവൾ ഓർത്തത്. വേഗം ബെഡിലിരിക്കുന്ന പൊതി കയ്യിലേക്കെടുത്തു. ചതുരാകൃതിയിലുള്ള ഒരു ബോക്സ്. അത് ചുവന്ന വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. വേഗം ആ പേപ്പർ കീറി ബോക്സ് തുറന്നവൾ. അതിനകത്ത് വീണ്ടും ഒരു കുഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ്. എന്താണെന്നുള്ള ആകാംക്ഷയിൽ അവൾ അത് തുറന്നു നോക്കി. നിറയെ മുത്തു പിടിപ്പിച്ച ഒരു വെള്ളി പാദസരം കണ്ടതും മിത്തുവിൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രു പൊഴിഞ്ഞു. അത്രയ്ക്ക് മനോഹരമായിരുന്നവ. കണ്ണ് ചിമ്മിക്കൊണ്ട് ഒന്ന് കിലുക്കി നോക്കി പെണ്ണവൾ. കൊലുസിൻ്റെ ചിൽച്ചിൽ ശബ്ദം അവിടെ ആകെ മുഴങ്ങി. കാലിൽ കിടന്ന സ്വർണ്ണപാദസരം അഴിച്ചു മാറ്റി അപ്പോൾ തന്നെ തൻ്റെ പ്രാണന്റെ സമ്മാനം അണിഞ്ഞവൾ. ശേഷം വേഗം കുളിച്ച് റെഡിയായി അമ്പലം ലക്ഷ്യമാക്കി മൈഥിലി നടന്നു. ഉണ്ണിയേട്ടാ, എന്താ ഇങ്ങനെ നോക്കണേ? കാലുകൾ കുളത്തിലെ വെള്ളത്തിലേക്കിട്ട് ആട്ടിക്കൊണ്ടായിരുന്നു മിത്തുവിൻ്റെ ചോദ്യം. പട്ടുപാവയുടെ തുമ്പ് കുറച്ച് പൊക്കിക്കയറ്റി നനയാതിരിക്കാൻ പിടിച്ചിട്ടുണ്ട്. അവളുടെ കാലിലെ വെള്ളിക്കൊൽസിൻ്റെ ശബ്ദം പടവിലാകെ അലയടിച്ചു. ഉണ്ണി നോക്കി കാണുകയായിരുന്നു തൻ്റെ പെണ്ണിനെ. എപ്പോഴും വാദോരാതിയുള്ള സംസാരമാണ്. കരി എഴുതിയ ആ ഉണ്ടക്കണ്ണുകൾ പറയുന്നതിനൊപ്പിച്ച് ഭാവങ്ങൾ പകർത്തുന്നു. നെറ്റിയിൽ തൊട്ട നനവുള്ള ചന്ദനക്കുറി ആ കുഞ്ഞു മുഖത്തിന് ശോഭ കൂട്ടുന്നത് പോലെ. ചിരിക്കുമ്പോൾ വിരിയുന്ന കണ്ണുകളിലെ നുണക്കുഴിയുടെ ആഴങ്ങൾ പെണ്ണിലെ നിഷ്കളങ്കതയ്ക്ക് മാറ്റുകൂട്ടി. മേൽചുണ്ടിന് മുകളിലെ നനവും ഇളം റോസ് നിറത്തിലുള്ള ചുണ്ടുകളും മനസ്സിനെ താളം തെറ്റിച്ചപ്പോൾ അറിയാതെ ഒന്ന് തലകുടഞ്ഞു പോയവൻ. ഉണ്ണിയേട്ടാ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? കയ്യിൽ വേദന പടർന്നപ്പോൾ ഉണ്ണിയുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. പെണ്ണ് നുള്ളിയെടുത്തതാണ്. മിത്തുവിനെ കൂർപ്പിച്ചൊന്ന് നോക്കി പിച്ചിയുടെ ഒന്ന് തിരുമ്മിയവൻ. ഹോ, നുള്ളി പറിച്ചല്ലോടി, നീ എന്താ പൂച്ചയാണോ? കൂർപ്പിച്ച് നോക്കുന്നുണ്ട് പെണ്ണ്. ഷടാ, ഇവളല്ലേ എന്നെ പിച്ചിയത്? നോക്കുന്ന നോട്ടം കണ്ടില്ലേ, ഉണ്ണക്കണ്ണി. ഞാൻ വന്നിട്ട് ഇപ്പം 1/2 മണിക്കൂറായി. പറഞ്ഞത് വല്ലതും കേട്ടുവോ? കുറേ നേരം എന്നെ സ്കാൻ ചെയ്യുന്നു. ചോദിക്കുന്നതിനൊന്ന് മൂളുകയെങ്കിലും ചെയ്തുകൂടെ ഏട്ടാ? ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നവളെ കണ്ട് ചിരി വന്നുവെങ്കിലും അമർത്തി പിടിച്ചവൻ. വെറുതെ എന്തിനാ വേദന ഇരുന്ന് വാങ്ങണത്? പക്ഷെ പെട്ടെന്നുണ്ടായ തോന്നലിൽ അവളെ എടുത്ത് മടിയിലേക്കിരുത്തിയവൻ. ശേഷം ഇടത്തെ കൈകൊണ്ട് ചേർത്ത് പിടിച്ച് വലം കൈകൊണ്ട് പെണ്ണിൻ്റെ കവിളിലൊന്ന് തലോടി. മുമ്പിൽ നീ ഇങ്ങനെ ദേവിയെപ്പോലെ ഇരിക്കുമ്പോൾ ഞാൻ എന്താ വേണ്ടേ മിത്തൂസേ? കണ്ട് കൊതി തീരുന്നില്ലടി എനിക്ക്. ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു. ആർദ്രമായി ഉണ്ണി അവളെ നോക്കി. അത് കേട്ടതും മൈഥിലിയുടെ ഹൃദയം പെരുമ്പറ കൊട്ടി. ഉണ്ണിയുടെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു പെണ്ണവൾ. നാണത്തിൻ്റെ അരുളിമ അവളുടെ കവിളിന് ചെഞ്ചോപ്പ് പരത്തി.
ആ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ കണ്ണുകൾ കൂമ്പി അടച്ചു. എന്താടി സൈലൻ്റായേ? എന്തേ നാഗവല്ലിയുടെ വായ അടഞ്ഞു പോയോ? പിച്ചാൻ തോന്നുന്നില്ലേടി നിനക്കിപ്പോൾ? ഒറ്റ പുരിയം പൊക്കി കുസൃതി നിറഞ്ഞ കണ്ണുകളോടുകൂടി നോക്കുന്ന പ്രാണനെ നോക്കാനാവതില്ലാതെ മിത്തു കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു. കണ്ണു തുറക്കടി പെണ്ണേ, ഉണ്ണിയുടെ ആജ്ഞയാണ്. എന്നാലും തുറക്കാൻ വയ്യാതെ അങ്ങനെ തന്നെ ഇരുന്നവൾ. ഒരു തരിപ്പ് പടരുന്നുണ്ട് ദേവകവാകെ. മൊത്തത്തിലൊരു വിറയൽ. ഒരു പക്ഷേ കവളിൽ ഒരു കടി കിട്ടിയപ്പോൾ അറിയാതെ പെണ്ണ് കണ്ണു തുറന്നുപോയി. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിയെ കണ്ട് കപട ദേഷ്യത്തിൻ മുഖംമൂടി എടുത്തണിഞ്ഞു പെണ്ണ്. ഉണ്ണിയേട്ടാ, കഷ്ടമുണ്ട് കേട്ടോ. നോക്കിയേ, എൻ്റെ കവിള് കടിച്ചെടുത്തല്ലോ. കവളിൽ കൈ ചേർത്ത് കുറുമ്പോടെ പറയുന്ന പെണ്ണിനെ കണ്ട് വാത്സല്യം തോന്നിപ്പോയി അവന്. സാരമില്ല, ഞാനല്ലേടി കടിച്ചേ. അവളുടെ കവളിൽ വിരലുകൾ കൊണ്ടൊന്ന് ഒഴിഞ്ഞവൻ പിന്നെ തള്ളവിരൽ കൊണ്ട് ആ നുണക്കുഴിയിൽ ഒന്ന് കുത്തി. എന്ത് ഭംഗിയാ മോളെ ഇതിന് പറഞ്ഞുകൊണ്ട് അവിടെ ചുണ്ടുകൾ ചേർത്തവൻ പെണ്ണിനെ ഒന്നും കൂടി ചേർത്തിരുത്തി. അവളിൽ നിന്ന് ഉയരുന്ന വശ്യമായ ഗന്ധത്തിൻ ലഹരി അവനെ പൊതിഞ്ഞു. പതിയെ മൈഥിലിയുടെ ചുണ്ടുകളിൽ ചുണ്ടു ചേർത്ത് അമർത്തി ചുംബിച്ചു ചെക്കൻ. അതിൻ്റെ നാവ് മധുരമരമായതെന്തോ തിരഞ്ഞ് ആ ചൊടികളിൽ പരതിക്കൊണ്ടേയിരുന്നു. ശരീരം ഒന്ന് വെട്ടിവിറച്ചുപോയി ആ പെണ്ണിൻ്റെ. ഏതോ മായിക ലോകത്തെത്തിയ പോലെ തോന്നി അവൾക്ക്. കൈകൾ രണ്ട് ഉണ്ണിയുടെ പുറംകഴുത്തിൽ മുറുക്കി പിടിച്ച് ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. ഇടുപ്പിലിഴയുന്ന തൻ്റെ പ്രാണൻ്റെ കൈകളെ തട്ടി മാറ്റാനായില്ല അവൾക്ക്. ആദ്യത്തെ ചുംബനത്തിൻ്റെ ലഹരിയിൽ പുളഞ്ഞു പോയിരുന്നവൾ ഒടുവിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞപ്പോഴാണ് അകന്നു മാറി ഉള്ളിലേക്ക് ആയത്തിൽ ശ്വാസം എടുത്തിരുന്ന അവൾ. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ എൻ്റെ മോളെ നീ? പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ അവൻ്റെ ചുണ്ടുകൾക്ക് മുകളിൽ കൈകൾ ചേർത്ത് വെച്ച് കുറുമ്പോടെ ഒന്ന് നോക്കിയവൾ പിന്നെ പതിയെ ആ ചുമലിലേക്ക് തല ചായ്ച്ച് ചേർന്നിരുന്നു. മോളെ, ഡി ഇങ്ങനെ ഇരുന്നാൽ മതിയോ? വീട്ടിൽ പോകണ്ടേ? ഉണ്ണി കാതോരം ചോദിച്ചു. പൊടുന്നനെ അവളുടെ മുഖം മങ്ങി. ചുണ്ടു കൂർപ്പിച്ചവൾ ഉണ്ണിയെ ഒന്ന് നോക്കി. പിന്നെ ഇല്ല എന്ന അർത്ഥത്തിൽ കണ്ണുകൾ അടച്ചു കാട്ടി ഒന്നുകൂടെ അവനെ ചേർന്ന് പിടിച്ചിരുന്നു. കോവിലകത്തുള്ളവർ അറിഞ്ഞ ഉള്ള അവസ്ഥ നിനക്ക് അറിഞ്ഞൂടെ മോളെ? നിന്റെ അപ്പ അറിഞ്ഞ എന്തൊക്കെ പുകിൽ നടക്കുന്ന പറയാൻ പോലും പറ്റില്ല. ഉണ്ണിയുടെ സംശയങ്ങൾ ശരിവയ്ക്കുന്ന വിധത്തിൽ അവളൊന്ന് തലയാട്ടി. ഒരിക്കലും ആരും സമ്മതിക്കാൻ പോണില്ല. ഇപ്പോഴും കുലമഹിമ പറഞ്ഞു നടക്കുന്ന ഈ കാലത്ത് നിന്നെ ഞാൻ അർഹിക്കുന്നുണ്ടോ മോളെ? ഗൗരവത്തിലെങ്കിലും യാചനയുടെ ധ്വനി കലർന്നിരുന്നു ഉണ്ണിയുടെ വാക്കുകളിൽ. ഒരിക്കലും കൂട്ടിച്ചേരാത്ത ബന്ധം. കാലം ഇത്രയും പുരോഗമിച്ചിട്ടും എല്ലാത്തിൻ്റെയും പേരിൽ എത്ര പ്രണയങ്ങളാണ് അറ്റുപോയിട്ടുള്ളത്. ദേ ഉണ്ണിയേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കഴുത്തിലൊരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഏട്ടൻ്റെ ആയിരിക്കും. അല്ലാതെ ഒന്ന് വീഴുന്നുണ്ടെങ്കിൽ അതിലായിരിക്കും. എനിക്ക് ജീവിക്കണം കൊതി തീരെ. എൻ്റെ ഉണ്ണിയേട്ടൻ്റെ കൂടെ. ഏട്ടൻ്റെ കുട്ടികളുടെ അമ്മയായി ആ വീട്ടിൽ. ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മരുമകളായിട്ടല്ല, മകളായി. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളിൽ പ്രതീക്ഷകളായിരുന്നു. ഇടറിയെങ്കിലും മുറുകിയിരുന്ന അവളുടെ വാക്കുകൾ. അത്രമേൽ പ്രണയിച്ചിരുന്നു അവൾ അവനെ. കോവിലകത്തുള്ളവർ എതിർക്കും. നീ എന്തു ചെയ്യും മോളെ? മൈഥിലി കണ്ണുകൾ തുടച്ചവനെ ഒന്ന് നോക്കി. പുഞ്ചിരി ചുണ്ടുകളിൽ വിരിയിച്ചു. വ്യാസ് എന്ന എൻ്റെ ഉണ്ണിയേട്ടൻ്റെ കൂടെ അന്തസ്സായിട്ട് ഇറങ്ങി വരും ആ നരകത്തിൽ നിന്നും. വേദന തോന്നി അവന്. ആഞ്ഞു പുൽകി അവളെ. ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. ശ്രീദേവി, എന്തു പറ്റി? വല്ലാതെ ഇരിക്കുന്നല്ലോ നീ. ആശങ്കയോടെയുള്ള സൗദാമിനിയുടെ ചോദ്യം വീണ്ടും കരച്ചിലുണർത്തി അവരിൽ. മിത്തുവിനെ രാഹുലിനെ കൊണ്ട് കെട്ടിക്കാൻ പോവുകയെന്ന്. ഇടറി വീഴുന്ന വാക്കുകൾ മുഴുമിപ്പിക്കാനായില്ല ശ്രീദേവിക്ക്. ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ കരയുന്ന ദേവിയെ സൗദാമിനി ചേർത്ത് പിടിച്ചു. രാജീവൻ്റെ മകൻ രാഹുലിൻ്റെ കാര്യമാണോ നീ പറയുന്നേ? ഭീതിയോടെയുള്ള സൗദാമിനിയുടെ ചോദ്യത്തിന് ആണെന്നുള്ള അർത്ഥത്തിൽ ദേവി ഒന്ന് തലയാട്ടി. ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ അമ്മേ അനന്തേട്ടനോട്. പക്ഷെ അനന്തേട്ടനെല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെയാ. അത് കേട്ടതും സൗദാമിനി ദേഷ്യത്തിൽ വിറച്ചു. സ്വന്തം മകനെങ്കിലും ഒരു പെൺകുട്ടിയോട് ചെയ്യുന്നതോർത്ത് അവരിലെ പെണ്ണിന് അത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. രാഹുലിനെ പോലെയുള്ളവന് സ്വന്തം മകളെ അനന്തൻ എങ്ങനെ കൊടുക്കാൻ തോന്നിയെന്ന് അവർക്ക് ആശ്ചര്യം തോന്നി. തൻ്റെ മകൻ ഇത്രയും ആയിരുന്നോ എന്നോർത്ത് ആ അമ്മ മനം തേങ്ങി. ശ്രീദേവിയെ ഒന്നുകൂടെ അവർ ചേർത്ത് പിടിച്ചു. ദേവി, നീ ഇങ്ങനെ കരഞ്ഞ അസുഖമൊന്നും ഉണ്ടാക്കി വെക്കരുത്. അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം. നീ വാ, വന്ന് ഭക്ഷണം കഴിക്ക്.
വേണ്ടെന്ന് പല പ്രാവശ്യം പറഞ്ഞുവെങ്കിലും സൗദാമിനിയുടെ നിർബന്ധത്തിൽ ശ്രീദേവി അടുക്കളയിലേക്ക് നടന്നു. വിളമ്പിക്കൊടുത്ത ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ശ്രീദേവിക്ക്. മകളുടെ ജീവിതം അതുമാത്രമായിരുന്നു ആ മനസ്സിൽ. കോവിലകം ഗ്രൂപ്പിൻ്റെ ഓഫീസിന് മുൻപിൽ അനന്തൻ്റെ കാറ് വന്ന് നിന്നു. 5 നിലയിൽ പടുത്തുയർത്തിയ വലിയ ബിൽഡിങ്. കേരളത്തിലെ കോവിലകം ഗ്രൂപ്പിൻ്റെ എല്ലാ ബിസിനസ്സുകളുടെയും ഹെഡ് ഓഫീസായിരുന്നത്. കാറിൽ നിന്നും അനന്തൻ ഇറങ്ങി. കൂടെ PA മുരളിയും ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി തുറന്നു കൊടുത്ത ഡോറിലൂടെ അവർ അകത്തേക്ക് കയറി. ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടന്നു. മുരളി, ഇന്ന് വരെയുള്ള പെൻഡിങ് ഫയൽസ് എല്ലാം എൻ്റെ ടേബിളിന് മുകളിലുണ്ടായിരിക്കണം. 1 മണിക്കൂറിനകം. കേട്ടല്ലോ? ആജ്ഞയുടെ സ്വരം. കണ്ണുകൾ ചുരുക്കി കൂർമ്മതയോടെ മുരളിയെ നോക്കി അനന്തൻ ഓഫീസ് റൂമിലേക്ക് നടന്നു. പെൻഡിങ് ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അനന്തൻ്റെ ഫോൺ റിങ് ചെയ്തത്. നോട്ടഡ് അല്ലാത്ത നമ്പർ ആയതുകൊണ്ട് അത് കട്ട് ചെയ്ത് വീണ്ടും ഫയലുകളിലേക്ക് മുഖം പൂഴ്ത്തി. വീണ്ടും അതേ നമ്പറിൽ നിന്നും വന്ന കോള് കണ്ട് അനന്തൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അറ്റൻഡ് ചെയ്ത് ചെവിയോട് തീർത്തു. അപ്പുറത്തു നിന്നും കേട്ട വാർത്തയിൽ അയാളുടെ കണ്ണുകൾ കോപം കൊണ്ട് വിറച്ചു. ഫോൺ വേഗത്തിൽ കട്ട് ചെയ്ത് പൊടുന്നനെ കാറ്റുപോലെ പുറത്തേക്ക് നടന്ന അയാൾ. മിത്തു, നീ എന്തൊക്കെയായി പറയണേ? ഉണ്ണിയെന്ന് പറഞ്ഞ നമ്മുടെ പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരുന്ന ആ അച്യുതൻ്റെ മോനല്ലേ? ശ്രീദേവിയുടെ വാക്കുകൾ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. സൗദാമിനെ അവർ നിസ്സഹായയായി നോക്കി. അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. എനിക്കൊത്തിരി ഇഷ്ടമായിട്ടാ. ഉണ്ണിയേട്ടൻ്റെ കൂടെ അല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല. ഒരാളെ സ്നേഹിക്കുന്നത് മഹിമയൊക്കെ നോക്കിയിട്ടാണോ? ചോദ്യം ശരിയാണ്. അതുകൊണ്ട് തന്നെ സൗദാമിനിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. പക്ഷേ കോവിലകത്തറിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഓർത്തപ്പോൾ അവരുടെ നെഞ്ചൊന്ന് കാളി. നാട്ടുകാരുടെ ചോദ്യങ്ങൾ, ബന്ധുക്കളുടെ കളിയാക്കലുകൾ, ഒരുത്തരം കിട്ടാത്ത മനസ്സൊന്നുഴറി അവരുടെ. മോളെ, നീ എന്നോട് ആലോചിക്ക്. ഇക്കാര്യം നിൻ്റെ അച്ഛനോ ചിറ്റപ്പനോ ഒക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിന്നെ ഇല്ലാതാക്കി കളയാൻ പോലും അവർ മടിക്കില്ല. മിത്തു കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മുത്തശ്ശിയെ ദീനമായി ഒന്ന് നോക്കി. പിറന്നാൾ സമ്മാനം എന്താണ് വേണ്ടതെന്ന് ചോദിച്ച മുത്തശ്ശിയോട് ഉണ്ണിയെ വേണം എന്നായിരുന്നു അവൾ ആവശ്യപ്പെട്ടത്. മുത്തശ്ശി, അവനില്ലാതെ എനിക്ക് പറ്റില്ല. ഇതിൻ്റെ പേരിൽ എന്താണെങ്കിലും ഞാൻ തയ്യാറാണ്. മൈഥിലിയുടെ ഉറച്ച വാക്കുകൾ. ഇനിയൊന്നും കേൾക്കാനും പറയാനും ഇല്ലാത്തതുപോലെ ശ്രീദേവി സൗദാമിനിയെ നോക്കി. അവിടെയും മൗനമായിരുന്നു. കാര്യം ശരിയാണ്. ഉണ്ണിയെപ്പോലെ നല്ലൊരു ചെക്കനെ കിട്ടാൻ യോഗം വേണം. രാഹുൽ എന്നവനെ ഓർമ്മ വന്നപ്പോൾ സൗദാമിനിയുടെ അണപ്പല്ലൊഞ്ഞു നെരിഞ്ഞു. മൈഥിലി, ഒരലർച്ചയോടെ പൊടുന്നനെ അങ്ങോട്ടേക്ക് കയറി വന്ന അനന്തനെ കണ്ട് മിത്തു ആലില പോലെ വിറച്ചുപോയി. അമ്പലത്തിൽ പോണമെന്ന് പറയുന്നത് കണ്ട മക്കളുടെ കൂടെ അഴിഞ്ഞാടി നടക്കാനാണോടി? പറച്ചിലിനോടൊപ്പം തന്നെ അവളിൽ അയാളുടെ ബലിഷ്ടമേറിയ കൈ മുറുകിയിരുന്നു. അനന്ത, ഒന്ന് നിർത്തുന്നുണ്ടോ? നിർത്താനാ പറഞ്ഞേ. പൊടുന്നനെ സൗദാമിനിയുടെ അലർച്ച ആ മുറിയിൽ മുഴങ്ങി. കത്ത കണ്ണുകളോടെ അമ്മയെ തുറച്ചു നോക്കി അയാൾ മിത്തുവിൽ നിന്നും കൈയെടുത്തു മാറ്റി. ശ്വാസം ആയത്തിൽ വലിച്ചുകൊണ്ട് മിത്തു ചുവരിലേക്ക് ഊർന്നിരുന്നു പോയി. അവളുടെ കണ്ണുകളിൽ നിന്നും ചാലുകൾ ഒഴുകിയിറങ്ങി. എല്ലാവരോടും കൂടിയാ പറയുന്നേ. അവൻ്റെ കൂടെയുള്ള നടപ്പ് ഇന്നോടെ നിർത്തിക്കോണം. അടുത്ത ആഴ്ച രാഹുലുമായിട്ടുള്ള കല്യാണം. ഇനി നിശ്ചയമോ പെണ്ണുകാണലോ ഒന്നും ഉണ്ടാവില്ല. വേണ്ടാത്ത ചിന്ത വല്ലതോ ഇനിയും മനസ്സിലുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞേക്ക്. ബന്ധം കൂടാൻ പറ്റിയ കുടുംബം. രോഷത്താൽ വിറയ്ക്കുകയായിരുന്ന അയാൾ. പുച്ഛത്താൽ കൊടുന്ന അയാളുടെ മുഖം മൈഥിലിയിൽ ഒരു ഭീതി ജനിപ്പിച്ചു. എങ്കിലും എല്ലാത്തിൻ്റെയും പേരിൽ തൻ്റെ പ്രണയത്തെ കൊല്ലേണ്ടി വരുന്ന അവസ്ഥ ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവൾക്ക്. തന്നെ ഇഷ്ടമല്ലെന്നറിയാം. എങ്കിലും രാഹുലിനെ പോലെ ഒരു ഫ്രോഡായ ഒരുത്തനെ മരുമകനാക്കാൻ ആലോചിച്ച സ്വന്തം അച്ഛനെ ഓർത്ത് അവൾക്ക് ആശ്ചര്യം തോന്നി. സ്വന്തം മകളുടെ ജീവിതം നശിച്ചാലും വേണ്ടില്ല, ബിസിനസ്സിൻ്റെ വളർച്ച മാത്രം മുന്നിൽ കാണുന്ന അനന്തനോട് ആദ്യമായിട്ട് അവൾക്ക് വെറുപ്പ് തോന്നി. അച്ഛാ, എനിക്ക് ഉണ്ണിയേട്ടനല്ലാതെ വേറെ ആരെയും ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ല. രാഹുലേട്ടനുമായുള്ള കല്യാണത്തിന് താല്പര്യവും ഇല്ല. രാഹുൽ എൻ്റെ എല്ലാ സ്വഭാവവും അറിഞ്ഞിട്ട് എങ്ങനെ തോന്നി എന്നെ അയാൾക്ക് കൊടുക്കാൻ? പതിയെങ്കിലും ഉറച്ചതായിരുന്നു ആ വാക്കുകൾ. ശ്രീദേവിയും സൗദാമിനിയും വരെ അവളുടെ വാക്കുകൾ കേട്ടൊന്ന് ഞെട്ടി. കാരണം എപ്പോഴും അനന്തനെ കാണുമ്പോൾ പേടിയോടെ വിറച്ചുകൊണ്ട് നിന്ന് മൈഥിലിയുടെ ഈ മാറ്റം അവർക്ക് സുപരിചിതമല്ലായിരുന്നു. എന്തു പറഞ്ഞെടി? പെണ്ണുങ്ങൾ കറിക്കുന്നോ കോവിലകത്ത്? മിണ്ടാതെ വാവൂട്ടി നിന്നോണം, ഇല്ലെങ്കിൽ തള്ളും ഞാൻ. മകളാണെന്ന് കൂടി ഓർക്കില്ല. കണ്ണുകൾ ചുവപ്പിച്ച് ദേഷ്യത്താൽ വിറയ്ക്കുന്ന അനന്തനെ ശ്രീദേവിയും സൗദാമിനിയും പേടിയോടെ നോക്കി നിന്നു.
അടുത്തത് ഇനി എന്ത് സംഭവിക്കുക എന്നായിരുന്നു അവരുടെ മനസ്സിൽ. എൻ്റെ കല്യാണത്തിന് എൻ്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ അച്ഛാ? അയാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഭേദം എന്നെ അങ്ങ് കളഞ്ഞേക്ക്. പറഞ്ഞു മുഴുമിക്കുന്നതിന് മുമ്പേ തന്നെ അവളുടെ ശരീരം ചുവന്നു പൊങ്ങിയിരുന്നു. പക്ഷേ കണ്ണുകളിൽ നിന്ന് ഒരിറ്റു കണ്ണുനീർ അവളിൽ നിന്നും പുറത്തേക്ക് വീണില്ല. എടാ ഉണ്ണി, നീ എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ആ പാവത്തിനെ ചതച്ചുവെന്ന് അവിടുത്തെ പണിക്കാരി മാധവിച്ച് വെച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിക്കാര്യം അറിയുന്നത്. എന്താ നിന്റെ തീരുമാനം? വിഷ്ണുവിൻ്റെ ഭീതിയേറിയ മുഖം ഒരാളിൽ സൃഷ്ടിച്ചുവെങ്കിലും ഒന്നും ഉരിയാടാതെ അവനിരുന്നു. മിത്തുവിൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ കണ്ണൊന്ന് മുറുക്കി അടച്ചു. ഒരിറ്റ് കണ്ണുനീർ അവൻ പോലും അറിയാതെ പുറത്തേക്ക് ചാടി. ഇത്രയും അനുഭവിച്ച എൻ്റെ പെണ്ണിനെ ഞാൻ കൈയൊഴിയുവോടാ? എൻ്റെ പ്രാണനാടാ അത്. അതിനെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? ഗൗരവത്തിൽ ഇത്രയും പറഞ്ഞ് ഉണ്ണി എഴുന്നേറ്റു. എടാ, ഞാൻ വീട്ടിലോട്ടൊന്ന് പോവാ. അമ്മയോടും അച്ഛനോടും ഒന്ന് സംസാരിക്കണം. അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്താണേലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറിയാൽ പോരെ? വണ്ടിയുടെ ചാവിയും വാങ്ങി ബൈക്കും എടുത്തുകൊണ്ട് പോകുന്ന കൂട്ടുകാരനെ വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മോനെ, നീ പറയുന്നൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊക്കെ ശരിയാണോ? കോവിലകത്തെ കുട്ടിയാണത്. നമ്മളോ? നാട്ടുകാർ എന്തു പറയും? അതെല്ലാം പോട്ടെ. കോവിലത്തുകാർ നിങ്ങളെ അനുവദിക്കുമോ ജീവിക്കാൻ? അച്യുതൻ്റെ ആശങ്കകൾ ശരിവെക്കുന്നത് പോലെ സീത മകനെ നോക്കി. പക്ഷെ ഉണ്ണി തികച്ചും ശാന്തനായിരുന്നു. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെയുള്ള അവൻ്റെ മുഖം ആ വൃദ്ധ ദമ്പതികളിൽ പേടിയുണർത്തി. അച്ഛാ, ഇത്രയും വർഷങ്ങൾ ഇതെല്ലാം മനസ്സിൽ കൊണ്ട് അവളിൽ നിന്ന് അകന്നാ ഞാൻ ജീവിച്ചേ. ഇനി എനിക്ക് പറ്റില്ല. ജീവിക്കാനാണേൽ ഒരുമിച്ച്, അല്ലെങ്കിൽ അങ്ങനെ. മറുപടി പറയുവാൻ ഉണ്ണിക്ക് ഒരു നിമിഷം മതിയായിരുന്നു. മകൻ്റെ ഇഷ്ടങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളാക്കി മാറ്റിയ അയാളിലെ അച്ഛനപ്പോൾ തീർത്ത നിസ്സഹായനായി. അമ്മേ, എനിക്ക് അവളില്ലാതെ ഒരു ജീവിതം പറ്റാഞ്ഞിട്ടാ. എന്നെ വെറുക്കരുത്. അടുത്ത ആഴ്ച അവളുടെ കല്യാണമാണ്. എന്തെങ്കിലും ചെയ്യാതെ വഴിയില്ല. ഉണ്ണി കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. ശ്രീദേവി വെറുതെ മകൻ്റെ നെറുകയിലൊന്ന് തഴുകി, പിന്നെ ചേർത്ത് പിടിച്ചു. മകൻ്റെ നെഞ്ചിൽ അലയടിക്കുന്ന അലകൾ അമ്മയല്ലാതെ വേറെ ആരും മനസ്സിലാവും? അതറിഞ്ഞ വണ്ണം അവൻ ഒന്നുകൂടെ ചേർന്നിരുന്നു. എന്നിട്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. മനസ്സിൽ വേദന കൊണ്ട് പിറയുന്ന മിത്തുവിൻ്റെ രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു. ശരീരത്തിൻ്റെ വേദന കുറവെങ്കിലും ഇപ്പോഴും കറുപ്പ് അവിടെ ഇവിടെ കിടപ്പുണ്ട്. ക്രീം കയ്യിലെടുത്ത് അതിന് മുകളിലൂടെ പുരട്ടിയവൾ. മിത്തു, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എല്ലാവരും അവിടെ കാത്തു നിൽക്കുന്നു, വേഗം വാ. മൈഥിലി വിനയെ ഒന്ന് നോക്കി. ചിറ്റമ്മയാണ്, ഉദയൻ ചിറ്റപ്പൻ്റെ ഭാര്യ. കോവിലകത്തെ സ്ത്രീകളുടെ ആഡംബരം തൊട്ട് തീണ്ടിയിട്ടില്ല. ഒരു സാധാ സാരിയാണ് വേഷം. ഒരു പാവം സ്ത്രീ. ഉദയവർമ്മയും അനന്തനെ പോലെയാണെങ്കിലും വിനയ് എന്നാൽ അയാളുടെ ജീവനാണ്. മൈഥിലിയുടെ കല്യാണം പ്രമാണിച്ച് ബാംഗ്ലൂരിൽ നിന്നും വന്നതാണവർ. ഇപ്പോൾ കല്യാണ ആവശ്യത്തിന് തുണിയെടുക്കാനുള്ള പോക്കാണ്. ഞാൻ വന്നോളാം, ചിറ്റ താഴേക്ക് പൊയ്ക്കോളൂ. മൈഥിലി പറഞ്ഞിട്ടും പോകാതെ അവളുടെ അരികിലേക്ക് ചെന്നവൾ ക്രീം എടുത്ത് അവളുടെ പാടുകളിലൂടെ പുരട്ടിക്കൊടുത്തു. എന്തിനായിരുന്നു മോളെ? അറിഞ്ഞൂടെ നിനക്ക് ഇവിടെ ഉള്ളവരുടെ സ്വഭാവം? ആദിയോടെയുള്ള വാക്കുകൾ. മിത്തു അവരെ കണ്ണുകളൊന്ന് ചിന്മി കാണിച്ചു. കഴിഞ്ഞല്ലോ അല്ലേ, ഇനി താഴേക്ക് പോകാം, വാ. ചിറ്റിയുടെ കൂടെ താഴേക്ക് ചെന്നവൾ. എല്ലാവരും റെഡിയായി മിത്തുവിനായി കാത്തു നിൽക്കുകയായിരുന്നു അവിടെ. എല്ലാവരും വന്നില്ലേ? ഇനി വണ്ടി കയറിക്കോളൂ. വിശ്വനാഥൻ്റെ പറച്ചിലിൽ എല്ലാവരും പുറത്തേക്കിറങ്ങി. തന്നെ നോക്കാതെ കടന്നു പോകുന്ന മിത്തുവിനെ കണ്ട് അയാളുടെ മനസ്സൊന്ന് പിടഞ്ഞു. പഴയ മിത്തുവിനെ നഷ്ടമായതുപോലെ. കോവിലകത്തിൻ്റെ തന്നെ തുണിക്കടയായിരുന്നത്. 4 നിലയിൽ കെട്ടിപ്പൊക്കിയ വലിയൊരു ബിൽഡിങ്. മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്ന ലക്ഷങ്ങൾ വില വരുന്ന സാരികളിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയില്ല. മനസ്സ് അസ്വസ്ഥമാണ്. വെറുതെ ഒരു പാവ പോലെ ഇരുന്ന് കൊടുത്തു. ആരൊക്കെയോ സാരി ഉടുപ്പിക്കുന്നുണ്ട്. ഇഷ്ടമായോന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും വെറുതെ ഒന്ന് തലയാട്ടി കൊടുക്കും. മനസ്സ് ചരട് പൊട്ടിയ പട്ടം പോലെ എവിടെയോ അലഞ്ഞു തിരിയുകയാണ്. മോളെ, എന്താ വല്ലാണ്ടിരിക്കണേ? ഈ സാരി പാക്ക് ചെയ്യാൻ പറയട്ടെ? നോക്കിക്കേ, നന്നായിട്ടില്ലേ? മിനിയുടെ ചോദ്യത്തിന് വെറുതെ ഒന്ന് തലയാട്ടി ചിരിക്കാനൊരു ശ്രമം നടത്തി. മാം, ഇത് ഓക്കെ ആണെങ്കിൽ കാഷ്വൽ സെക്ഷനിലേക്ക് പോകാം. അത് താഴത്തെ ഫ്ലോറിലാണ്. സെയിൽസ് ഗേളിനോടൊപ്പം എല്ലാവരും താഴേക്ക് നടന്നു. പൊടുന്നനെ വിശ്വനാഥൻ്റെ കൈ അവളിൽ അമർന്നു. സംശയത്തോടെ നോക്കിയ മിത്തുവിനെ കണ്ണുകൾ കൊണ്ട് നിൽക്കാൻ പറഞ്ഞ് ആരും കാണാതെ പുറകിലൂടെയുള്ള എക്സിറ്റ് ലക്ഷ്യമാക്കി അയാൾ നടന്നു.
സ്റ്റെപ്പുകൾ ഇറങ്ങി പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുന്ന മുത്തശ്ശനെ കണ്ട് 1000 ചോദ്യങ്ങൾ മനസ്സിലോർന്നുവെങ്കിലും അടക്കി കൂടെ ചെന്നു. മുത്തശ്ശ, ഇവിടേക്ക് എന്തിനാ വന്നേ നമ്മൾ? ചോദിക്കാതിരിക്കാനായില്ല. മറുപടിക്ക് പകരമായി മുത്തശ്ശൻ്റെ വിരൽ ചൂണ്ടിയ ദിക്കിലേക്ക് അവളുടെ കണ്ണുകൾ പാഞ്ഞു. ഉണ്ണിയേട്ടൻ. ചുണ്ടുകൾ നിശബ്ദമായി ഉരുവിട്ടു. കണ്ണുകൾ പുഴയായി ഒഴുകി. വിതുമ്പിക്കൊണ്ട് മുത്തശ്ശനെ ഒന്ന് നോക്കിയവൾ പിന്നെ ആ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു പെണ്ണ്. കോവിലകത്തെ വിശ്വനാഥവർമ്മ ഭീരുവായിപ്പോയെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. നിന്നെ ആ ഫ്രോഡിന് കൂട്ടുകൊടുക്കുന്നതിനേക്കാൾ എനിക്ക് വയ്യ. എവിടെയാണെങ്കിലും പോയി സുഖമായിട്ടിരിക്കെ. നല്ലതേ വരൂ എൻ്റെ കുട്ടിക്ക്. നെറുകയിലൊന്ന് മുത്തി അയാൾ. പിന്നെ അവളുടെ കൈ പിടിച്ച് ഉണ്ണിയെ ഏൽപ്പിച്ചു. പാവാണ് മോനെ, നോക്കിക്കോണേ. എനിക്കറിയാം നീ നന്നായി നോക്കൂന്ന്. ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം പൊയ്ക്കോളൂ. ആ വണ്ടിയിൽ നിങ്ങൾക്കുള്ള എൻ്റെ സമ്മാനം വെച്ചിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ചാവി ഉണ്ണിക്ക് നേരെ നീട്ടി അയാൾ. മടിച്ചു നിന്ന ഉണ്ണിയുടെ കൈകളിൽ ബലമായി വെച്ചു കൊടുത്ത് പിന്തിരിഞ്ഞ് നടന്നു. കഴുത്തിലെ മഞ്ഞ ചരടിൽ ചേർന്ന് കിടക്കുന്ന താലി, നെറ്റിയിലെ സീമന്തരേഖയിൽ ചുവന്നു പൂത്ത സിന്ദൂരവും നോക്കി കുറച്ചു നേരം മിത്തു കണ്ണാടിയുടെ മുമ്പിലിരുന്നു. കുറച്ചു മണിക്കൂറിനുള്ളിൽ തൻ്റെ ജീവിതം എങ്ങോട്ടോ വഴിമാറിപ്പോയിരിക്കുന്നു. ഉണ്ണിയേട്ടൻ്റെ കൂടെ കാറിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. കുറേ നേരം എങ്ങോട്ടേക്കോ ഉള്ള യാത്ര. ഒടുവിൽ അത് കുഞ്ഞൊരു ദേവീക്ഷേത്രത്തിന് മുൻപിലാണ് അവസാനിപ്പിച്ചത്. തങ്ങളെ പ്രതീക്ഷിച്ചെന്നോണം കാത്തുനിന്ന വിഷ്ണുവേട്ടനെയും ഉണ്ണിയേട്ടൻ്റെ അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ തന്നെ പകുതി കാര്യം ഊഹിച്ചിരുന്നു. ദേവിയുടെ മുൻപിൽ കഴുത്തിൽ മുറുകിയ താലിയും നെറുകയിൽ ഉണ്ണിയേട്ടൻ ചാർത്തിയ സിന്ദൂരവും ഒരു സ്വപ്നത്തിൽ എന്നോണമാണ് അവൾക്ക് തോന്നിയത്. എല്ലാവരുടെയും മുഖത്ത് പേടിയുടെ ലാഞ്ചനം ഉണ്ടായിരുന്നെങ്കിലും ചെറു ചിരിയിൽ ഒളിപ്പിച്ചിരുന്നു. ധൃതിയിൽ ദേവിയെ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഒരു ചിരിയായിരുന്നു ഉണ്ണിയേട്ടൻ്റെ മറുപടി. 4 മണിക്കൂറത്തെ യാത്ര. ഇടയ്ക്ക് വഴിയിൽ ഒരു വട്ടം വണ്ടി നിർത്തി എല്ലാവരും എന്തോ കഴിച്ചെന്ന് വരുത്തിയിരുന്നു. വിഷ്ണുവേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കേൾക്കാനുള്ള മാനസികാവസ്ഥയില്ലായിരുന്നു. ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളതിൽ മനസ്സ് അപ്പോഴും ആലോചനയിലായിരുന്നു. ഒടുവിൽ നാഗരികത തൊട്ടു തീണ്ടാത്ത ഒരു ഗ്രാമത്തിലാണ് യാത്ര അവസാനിച്ചത്. ഒരു ചെറിയ വീടിന് മുൻപിൽ വണ്ടി നിർത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോഴേക്കും കത്തിച്ച നിലവിളക്കും കയ്യിലേന്തി ഒരു സ്ത്രീ വീടിന് മുൻപിൽ നിന്നിരുന്നു. സീതമ്മയുടെ പുഞ്ചിരിയോടെയുള്ള നിർദ്ദേശപ്രകാരം വിളക്കുമായി വലങ്കാൽ വെച്ച് വീടിനുള്ളിൽ കടന്നപ്പോഴും മനസ്സ് അസ്വസ്ഥമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ആ വീട് വിഷ്ണുവേട്ടൻ്റെ ബന്ധുക്കളുടെയാണെന്നും കുറച്ചു കാലം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നതെന്നും. അത്യാവശ്യം വേണ്ട വീട്ടു സാധനങ്ങൾ ആദ്യമേ തന്നെ എത്തിച്ചിരുന്നു. അറിയാൻ വൈകിയത് താൻ മാത്രം. മുത്തശ്ശനും എല്ലാം അറിയായിരുന്നു. മിത്തുമോളെ, എന്തൊരു ഇരിപ്പായത്. ഈ വേഷമൊക്കെ ഒന്ന് മാറി കുളിച്ചിട്ട് വന്നേ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ആലോചിച്ചുകൊണ്ട് ഇനി വിഷമിക്കണ്ട. കഴിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. നെറുകയിൽ എണ്ണ പുരട്ടി മുടി ചിക്ക് കളഞ്ഞ് നെറുകയിൽ കെട്ടിവെച്ച് കൊടുത്താണ് സീത അത് പറഞ്ഞത്. കൂടെ ഒരു കവർ കയ്യിൽ വെച്ചു കൊടുത്തു. പാകമാകുമെന്നറിയില്ല. ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് മോൾക്കായിട്ട് വാങ്ങിയതാ. കുളിച്ചിട്ട് ഇതിട്ടോളൂ. നാളെ ഉണ്ണിയും കൂടെ കൂട്ടി പുതിയത് വാങ്ങാം കേട്ടോ. വാത്സല്യം വഴിയുന്ന വർത്താനം. ഒരു നിമിഷം ശ്രീദേവിയെ ഓർത്തുപോയി അവൾ. കണ്ണ് നിറഞ്ഞ് കവിളിൽ ചാലുകൾ തീർത്തപ്പോഴാണ് കരയുകയാണെന്ന് അവൾ അറിഞ്ഞത്. അയ്യേ, കരയുവാ? ഇങ്ങനെ കരയല്ലേ മോളെ? പറഞ്ഞുകൊണ്ട് കണ്ണീർ തുടച്ച് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ. ഇതെന്താ ഇവിടെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ? മുറിയിലേക്ക് കയറി വന്ന ഉണ്ണിയുടെ ചോദ്യം കേട്ട് കണ്ണ് തുടച്ചുകൊണ്ട് മിത്തു നേരെയിരുന്നു. ചുണ്ടുകൾ ഇടയ്ക്ക് വിറയ്ക്കുന്നുണ്ട്. ഏങ്ങലിൻ്റെ ശക്തിയിൽ ഇടയ്ക്ക് മൂക്ക് വലിക്കുന്നുണ്ടായിരുന്നു അവളുടെ. ഒന്നുമില്ലടാ. എത്രയൊക്കെ ആണേലും അവൾക്ക് വിഷമം കാണില്ലേ? നീ ആയിട്ടിനി കരയിപ്പിക്കല്ലേടാ. സീതയുടെ മറുപടിയിൽ അവനൊന്ന് ചിരിച്ചു. പിന്നെ മിത്തുവിൻ്റെ അരികിൽ ചെന്നവളെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാ മോളൂസേ? ഇപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വല്ലതും കഴിക്ക്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കരച്ചിൽ കോമ്പറ്റീഷൻ തന്നെ അങ്ങ് നടത്തിക്കളയാം. എന്തേ? നെറ്റി ചുളിച്ച് പുരികം പൊക്കി വളരെ സീരിയസ് ആയിട്ട് തമാശ പറയുന്നവനെ കണ്ട് ദേഷ്യം തോന്നിയെങ്കിലും കോർപ്പിച്ചൊരു നോട്ടം നോക്കി ഡ്രസ്സും എടുത്ത് കുളിമുറിയിലേക്ക് നടന്നവൾ. കുഞ്ഞു വീടിൻ്റെ തുറന്ന നീളൻ വരാന്തയിലെ ചുവരിൽമേ ചാരി മൈഥിലിയിരുന്നു. കൂടെ ഉണ്ണിയും വിഷ്ണുവും. ഇരുട്ടിൽ അങ്ങിങ്ങി ചീവീടുകളുടെ മൂളലല്ലാതെ പൊതുവെ ശാന്തമായിരുന്നു. ഡാ, ഇനി എന്താ പരിപാടി? മൊത്തത്തിൽ കോവിലകത്തെ ആൾക്കാരുടെ കണ്ണിൽ നിന്നും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ജീവിക്കണ്ടേ? എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണ്ടേ? ആദ്യോടെയുള്ള വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ട് ഉണ്ണി തല ഉയർത്തി അവനെ നോക്കി.
ഡാ, ചെറിയൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഇവളുടെ മുത്തശ്ശൻ ശരിയാക്കി തന്നതാ. ഇവിടെ അടുത്തുള്ള സ്കൂളിൽ മാഷായിട്ട്. മൈഥിലിയുടെ ഞെട്ടൽ കണ്ട് ഉണ്ണി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള കളിയായിരുന്നല്ലേ? എനിക്ക് മാത്രം ഒന്നും അറിയില്ല. കുറുമ്പിൻ്റെ നുണക്കുഴിയിൽ നിന്ന് വീണ്ടും ആഴങ്ങൾ വീണു. ചുണ്ടുകോട്ടികൾ അവളുടെ പരിഭവം പറച്ചിലിൽ വിഷ്ണു ഒന്ന് കണ്ണെറിഞ്ഞു ഉണ്ണിയെ നോക്കി. എൻ്റെ പൊന്നു മിത്തൂസേ, ഈ ഞാൻ പോലും അറിഞ്ഞില്ലടി. ദേ, ഞാനും ഇപ്പോഴാണ് അറിയുന്നേ. ഉണ്ണിക്കിട്ടൊന്ന് കുട്ടി വിഷ്ണു മൈഥിലിയുടെ അടുക്കേക്ക് വന്ന് ചേർന്നിരുന്നു. പിന്നെ അവിടെ അവരുടെ ലോകമായിരുന്നു. മിത്തുവിൻ്റെ കുറുമ്പും വിഷ്ണുവിൻ്റെ വാത്സല്യവും ആവോളം കണ്ട് ആസ്വദിച്ചവൻ. കണ്ണിൽ നിറച്ചുകൊണ്ട് ഉണ്ണി അവിടെ തന്നെ ഇരുന്നു. ഉണ്ണിയുടെ ഫോൺ അടിക്കുന്ന ശബ്ദമാണ് അവരുടെ സംസാരത്തിന് തടസ്സമായത്. സംശയത്തോടെ നോക്കിയ ഉണ്ണിയെ ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഇവിടെയുണ്ട്, കൊടുക്കാം. നീട്ടിയ ഉണ്ണിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി മൈഥിലി ചെവിയോട് ചേർത്തു. ഹലോ. അപ്പുറത്തു നിന്നും കേട്ട ശബ്ദത്തിൽ അവളുടെ കണ്ണിൽ നിന്ന് ആനന്ദബാഷ്പങ്ങൾ ഉതിർന്നു വീണു. അമ്മേ, എന്നോട് ക്ഷമിക്കമ്മ. ഏങ്ങലോടെയുള്ള അവളുടെ കരച്ചിലിൽ ശ്രീദേവിയുടെ മനം ഉരുകി. മോളെ, സാരയില്ല. മുത്തശ്ശനെല്ലാം പറഞ്ഞു എന്നോട്. അവൻ്റെ കയ്യിൽ നിന്നും എത്തിപ്പെടാതെ രക്ഷപ്പെട്ടല്ലോ നീ. അമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. ആ വാക്കുകൾ മതിയായിരുന്നു മൈഥിലിക്ക് മനസ്സ് നിറയുവാൻ. കാർമേഘങ്ങൾ ഒഴിഞ്ഞ വാനം പോലെ അവളുടെ മനസ്സ് തെളിഞ്ഞു. മോളെ, ഉണ്ണി നല്ലവനാ. അവരെ വിഷമിപ്പിക്കരുത്. എന്താവശ്യമുണ്ടേലും അമ്മയോടെ മുത്തശ്ശനോട് പറയണം കേട്ടോ. വെക്കട്ടെ മോളെ, അച്ഛൻ വരാൻ സമയമായി. എന്ന മറുപടിയിൽ അവൾ സംസാരം അവസാനിപ്പിച്ചു. ഇപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. പതിയെ നടന്ന് ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്ന് ആ തോളിലേക്ക് പതിയെ ചാരി. അത് കണ്ട വിഷ്ണുവിൻ്റെ കണ്ണുകളിൽ കുഞ്ഞു താരകങ്ങൾ ഉദിച്ചുയർന്നു. സർ, അവരെവിടേക്കാണ് പോയെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ ആൾക്കാർ തിരഞ്ഞു നടക്കുന്നുണ്ട്. വൈകാതെ അവർ കുടുങ്ങും. മുരളിയുടെ വാക്കുകൾ അനന്തൻ്റെ ചെവിയിൽ മുഴങ്ങി. ക്രോധത്തോടെ കണ്ണുകൾ ചൂപ്പിച്ച അയാളുടെ രൂപം മുരളിയിൽ ചെറിയ ഭീതി ഉണർത്തിയിരുന്നു. ഷോപ്പിലെ CCTVയിൽ എങ്ങനെയൊക്കെയോ പതിഞ്ഞ ഉണ്ണിയുടെയും മൈഥിലിയുടെയും ദൃശ്യങ്ങൾ അനന്തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കോവിലകത്തിൻ്റെ സൽപ്പേര് കളഞ്ഞവളെ എനിക്ക് കിട്ടണം. എത്ര പ്രതിഫലം വേണമെങ്കിലും തരാം. പോവാൻ കണ്ട ബന്ധം നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? കയ്യിലിരുന്നത് വായിലേക്ക് കമഴ്ത്തി അയാൾ. ചിന്തയോടുകൂടി ആഞ്ഞു വലിക്കുന്നുമുണ്ട്. കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ പോലെ കൈകൾ മുറുക്കി അഴിച്ചും ഒരു ഭ്രാന്തമായ അവസ്ഥ. സാർ പേടിക്കണ്ട, 2 ദിവസത്തിനകം അവരെ ഞങ്ങൾ നോക്കിയിരിക്കും. അനന്തൻ്റെ പുച്ഛമായ നോട്ടം താങ്ങാനാവാതെ മുരളി തല താഴ്ത്തി. പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. ഇതുവരെ നിന്നെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. രാഘവനെ വിളിക്ക്. മുരളി ഒന്ന് ഞെട്ടിപ്പിടഞ്ഞു. വീണ്ടും സംശയത്തോടെ അനന്തനെ നോക്കി. രാഘവൻ, ആ പേര് കേട്ടാൽ തന്നെ ആരും ഒന്ന് വിറയ്ക്കും. അനന്തൻ്റെ വലങ്കൈ. സർ, അത് വേണോ? രാഘവനും കൂട്ടവരും വന്നാൽ എന്തൊക്കെ നടക്കുമെന്ന് അറിഞ്ഞൂടാ. മൈഥിലി മോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുട്ടിയല്ലേ. ഒന്നുകൂടെ ഒന്ന് ആലോചിക്കരുതോ? മുഖത്തേക്ക് പതിച്ച അതിൻ്റെ രൂക്ഷഗന്ധം. പതിയെ കർച്ചീഫ് എടുത്ത് പതിയെ മുഖം തുടച്ചയാൾ ഫോൺ കയ്യിലെടുത്ത് രാഘവൻ എന്ന നമ്പറിൽ വിരലമർത്തി ചെവിയോട് ചേർത്ത് മുരളി. ഉണ്ണിയേട്ടോയ്. രാവിലെ മുതൽ ഉണ്ണിയെ ദേഷ്യം പിടിപ്പിച്ച് നടക്കുവാണ് പെണ്ണ്. ഇടയ്ക്കിടയ്ക്ക് അടിയും നുള്ളും ഒക്കെ കൊടുക്കുന്നുണ്ട്. വാദോരാതിയുള്ള വർത്താനം കേട്ടാലേ അറിയാം എത്ര സന്തോഷത്തിലാണെന്ന്. അച്യുതനും സീതയും ഇത് കണ്ട് ചിരിക്കുന്നുമുണ്ട്. എന്താ പെണ്ണെ, നിനക്കെന്താ വേണ്ടേ പറഞ്ഞേ? സഹികെട്ട് കണ്ണു മിഴിച്ചുകൊണ്ട് ചോദിക്കുന്നവനെ കോക്കിരി കാട്ടി പുച്ഛം കൊണ്ട് മൂടിയവൾ. കുറേ നേരമായി ആ മാങ്ങ പൊട്ടിച്ചേരാൻ പറയുന്നു. എനിക്ക് തോട്ടി പിടിക്കാൻ അറിയാത്തോണ്ടല്ലേ? എൻ്റെ കുട്ടിശങ്കരനുണ്ടായിരുന്നെങ്കിൽ. പകുതി മുറിഞ്ഞ വാക്കുകളിൽ പരിഭവം നിറഞ്ഞു. ഉണ്ടക്കണ്ണുകൾ കുറക്കിയുള്ള നോട്ടം ഉണ്ണിയിൽ ചിരി പടർത്തി. നിനക്കിപ്പോൾ മാങ്ങ വേണം, അത്രയല്ലേ ഉള്ളൂ. അതിനിനി ഇങ്ങനെ എന്നെ ഉപദ്രവിക്കണ്ട, ഞാൻ പൊട്ടിച്ചു തരാം. പറഞ്ഞുകൊണ്ട് തോട്ടിയെടുത്ത് പോയവൻ്റെ പിന്നാലെ മിത്തു നടന്നു. പൊട്ടിച്ച് താഴേക്കിട്ട മാങ്ങയെല്ലാം പെറുക്കി പാത്രത്തിലിട്ട് അകത്തേക്ക് കയറി. കഴുകി പുളി ഉപ്പും മുളകും പൊടിയും തൂവി. പുളിച്ച മാങ്ങ കണ്ണുകളിറക്കി അടച്ചു വായിൽ വെച്ചൊന്ന് കടിച്ചു നുണഞ്ഞവൾ പുളിയും ഉപ്പും എരിവും രസമോളങ്ങളെ തൊട്ടുണർത്തി. ആസ്വദിച്ചൊന്ന് കണ്ണിറുക്കി അടച്ചു. പിന്നെ കുറച്ചെടുത്ത് ഒരു കുഞ്ഞു പാത്രത്തിലാക്കി അച്യുതനും സീതയ്ക്കും കൊടുത്തിട്ട് അകത്തെ മുറിയിലേക്ക് കയറി. ഇങ്ങനെ തിന്നാതെ പെണ്ണെ, ഇന്നലെ കെട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഒന്നുമില്ലേലും നാട്ടുകാരെന്ത് വിചാരിക്കും? അകത്തേക്ക് കയറി വന്ന് കുറുമ്പോടെ പറഞ്ഞവനെ നോക്കി അവളൊന്ന് ഇളിച്ചു കാട്ടി. പിന്നെയും തീറ്റൽ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. ഉണ്ണി നോക്കിക്കാണുകയായിരുന്നു തൻ്റെ പെണ്ണിനെ.
കോവിലകത്തെ സുഖസൗകര്യത്തോടെ വളർന്നവൾ ഈ ചെറിയ വീട്ടിൽ എന്ത് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. തൻ്റെ അച്ഛനെയും അമ്മയെയും സ്വന്തമാണെന്ന് വിചാരിച്ച് സ്നേഹിക്കുന്നുമുണ്ട്. ഇതിൽ പരം ഭാഗ്യം ചെയ്തവർ ആരുണ്ട്? അതെ ഉണ്ണിയേട്ടാ, വേണോ ഇത്? ഒരു പൂളെടുത്ത് കാണിച്ചുകൊണ്ട് ചോദിച്ചവളെ നോക്കി ഉണ്ണി ഒന്ന് ചിരിച്ചു. അടുത്തേക്ക് ചെന്ന ആ ചെറിയ മാങ്ങാപ്പൂൾ വാങ്ങി അവളുടെ വായിൽ തന്നെ വെച്ചു കൊടുത്തവൻ പിന്നെ പതിയെ ആ മുഖം കൈക്കുമ്പിളിലെടുത്ത് ചുണ്ടുകളിലൊന്ന് അമർത്തി ചുംബിച്ചു. മിത്തു ഒന്ന് ആഞ്ഞുപോയി. കണ്ണു മിഴിച്ചവൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. ആ ചുംബനത്തിൻ്റെ ആഴത്തിൽ സ്വയം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അവൾക്ക്. പതിയെ ആ മിഴികളൊന്ന് കൂമ്പി അടഞ്ഞു. അവളുടെ വായിലിരിക്കുന്ന മാങ്ങ കഷ്ണം സ്വന്തം വായിലാക്കുന്നതിൻ്റെ ധൃതിയിലായിരുന്നു ഉണ്ണിയപ്പോൾ. രാഘവ, കാര്യങ്ങളൊക്കെ മുരളി പറഞ്ഞ് അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ആനന്ദൻ്റെ ശബ്ദം ആ ഹോട്ടൽ മുറിയിൽ പ്രതിധ്വനിച്ചു. കോവിലകത്തുകാരുടെ സ്വന്തമാണ് ആ ഹോട്ടൽ. ബിസിനസ് പരമായ പല കാര്യങ്ങളും അവിടെ വച്ചാണ് തീരുമാനം എടുക്കുന്നതും. കേട്ടു സാറേ, സാറ് പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്തോളാം. 5-6 പിള്ളേരെ കൂടെ കൂട്ടിയിട്ടുണ്ട്. രാഘവൻ്റെ മറുപടിയിൽ അനന്തൻ കുടിലമായി ഒന്ന് ചിരിച്ചു. അറിയാം, രാഘവൻ പറഞ്ഞ അതേപടി ചെയ്യുമെന്ന്. കറുത്തു കുറുകിയ ശരീരത്തിൽ അവിടെ ഇവിടെ നീളത്തിലും ആഴത്തിലുള്ള പാടുകളുണ്ട് അയാൾക്ക്. കണ്ണുകളിൽ രക്തവർണം, ചുരുണ്ട മുടിയോട് കൂടിയ പേടിപ്പെടുത്തുന്ന ഒരു രൂപം. അനന്തൻ്റെ വലം കൈ. 10 ലക്ഷം രൂപയുണ്ട്. ബാക്കി ഇനി പണി കഴിഞ്ഞ് തന്നിരിക്കും. കോവിലകത്തെ ഉപ്പും ചോറും നിന്നും പട്ടിയെപ്പോലെ കിടന്നവനാ അവൻ. അനന്തൻ്റെ കൈകളിൽ നിന്നും പണം വാങ്ങുമ്പോൾ ഒരാനന്ദം നിറഞ്ഞിരുന്നു അവൻ്റെ മുഖത്ത്. ശ്രീദേവി, മോളെ നീ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. അവനൊന്നും ചെയ്യില്ലെന്നേ. സ്വന്തം മോളല്ലേ അവള്. കരയുന്ന ശ്രീദേവിയെ ആശ്വസിപ്പിക്കാൻ സൗദാമിനിയുടെ വാക്കുകൾക്കായില്ല. വിശ്വനാഥനും ഒന്നും ഉരിയാടെ ഇരിപ്പുണ്ട്. അല്ലമ്മേ, അമ്മയുടെ മകൻ. ഞാൻ കേട്ടതാ രാഘവനെ ഫോണിൽ വിളിക്കുന്നത്. അന്തേട്ടൻ അവരെ വല്ലതും ചെയ്യുമോ അമ്മേ? എനിക്ക് പേടിയാകുക. മിത്തുമോള് അവള്. ഇടർച്ചയിൽ പാതി വാക്കുകൾ മുറിഞ്ഞുപോയിരുന്നു. സങ്കടം സഹിക്കവയ്യാതെ നിറഞ്ഞ മിഴിയോടെ സൗദാമിനി വിശ്വനാഥനെ നോക്കി. അവിടെയും മൗനമായിരുന്നു ഉത്തരം. ആ മുഖത്ത് നിസ്സഹായതയുടെ ക്ഷീണം അലയടിച്ചു. കോവിലകത്തെ വിശ്വനാഥവർമ്മ മുട്ടുമടക്കിയിട്ടുള്ളത് മിത്തുവിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. രാഘവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വെറുതെ ഈ കാര്യം മിത്തുവിനെ വിളിച്ചു പറഞ്ഞ് ടെൻഷൻ അടുപ്പിക്കരുത്. കേട്ടല്ലോ രണ്ടാളും. ഉറച്ചതായിരുന്നു ആ ശബ്ദം. രണ്ടാളെയും ഒന്ന് നോക്കി പതിയെ എന്തോ ആലോചിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നയാൾ. അതെ ഉണ്ണിയേട്ടാ, എന്നോട് എപ്പോഴത്തോട്ടാ ഇഷ്ടമായേ? രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിത്തുവിൻ്റെ ചോദ്യം. മറുപടിയൊന്നും പറയാതെ വിരിച്ച കിടക്കയിലേക്ക് കയറി കമിഴ്ന്നു കിടന്നവൻ. ഉണ്ണിയേട്ടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? പെണ്ണ് വന്ന് അരികിലിരിപ്പുണ്ട്. ദേഷ്യത്തിലാണ്, ഇടയ്ക്ക് ഞോണ്ടുന്നുണ്ട്. എങ്കിലും കണ്ണടച്ച് അതേപടി കിടന്നവൻ. മനസ്സിൽ 1000 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് സുന്ദരിക്കുടുക്കയെ കണ്ടപ്പോൾ തോന്നിയ കൗതുകവും പൊടിമീശ മുളച്ചപ്പോൾ അവളോട് തോന്നിയ ആകർഷണവും പിന്നെ എൻ്റെ പെണ്ണെന്ന് തോന്നുമ്പോൾ മനസ്സിൽ വരുന്ന രൂപം അവളുടേതായിരുന്നു. പ്രകേ ഇഷ്ടമാണെന്ന് പറഞ്ഞു വരുമ്പോൾ ആട്ടി ഓടിച്ചു വിടുമ്പോൾ അനുഭവിച്ച വേദന. പക്ഷേ ഇപ്പോൾ തൻ്റെ സ്വന്തമായിരിക്കുന്നു, തൻ്റെ മാത്രം. ഉണ്ണി വെറുതെ ഒന്ന് തലചിരിച്ച് നോക്കി. ചുണ്ട് വീർപ്പിച്ച് ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് പിണങ്ങിയിരിപ്പുണ്ട്. അപ്പോഴും എന്ത് ചേലാണ്. നുണക്കുഴി ഒന്നുകൂടെ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ട്. എൻ്റെ മോക്കിപ്പോൾ എന്താ അറിയണ്ടേ പറഞ്ഞേ? പെണ്ണവിടെ ഒരനക്കവും ഇല്ലാതെ ഇരിക്കുന്നു. ഡി മിത്തുസേ, നിന്നോടാ ചോദിച്ചേ? ചോദിച്ചുകൊണ്ട് കട്ടിലിരിക്കുന്ന അവളുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നവൻ. എടുത്തു മാറ്റാൻ ശ്രമിച്ച അവളുടെ കൈകളെ ഒരു കൈയാൽ പിടിച്ചു പൂട്ടിയവൻ. എൻ്റെ മോളോട് എനിക്ക് എപ്പോഴാണ് ഇഷ്ടം തോന്നിയെന്ന് പറയണോ? പറയട്ടെ. കണ്ണുകളിലെ കുസൃതിയിൽ അവളിലെ പരിഭവം അലിഞ്ഞില്ലാതായ പോലെ തോന്നി അവൾക്ക്. ആ നോട്ടത്തിൽ ചെറിയ നാണം മുട്ടിട്ടു. തലകുലുക്കി കേൾക്കാൻ എന്ന പോലെ അവനെ നോക്കി പെണ്ണ്. നീ ജനിച്ചു കഴിഞ്ഞ് നിന്നെ ഞാൻ കാണുന്നത് നിൻ്റെ 1ാം പിറന്നാളിന്. അന്ന് എനിക്ക് 5 വയസ്സേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാൻ കോവിലകത്തെ അടുക്കള വരാന്തി ഇരുന്നപ്പോൾ ശ്രീദേവി അമ്മ കൊണ്ടുവന്ന് കാണിച്ചു തന്നാ നിന്നെ. അന്ന് നീ എന്നെ നോക്കി ഒരു ചിരിച്ച ചിരിയുണ്ടല്ലോ പെണ്ണെ. ഉഫ്, അതിൽ വീണതാ ഞാൻ. അന്ന് തൊട്ട് തുടങ്ങിയ ഇഷ്ടം. എപ്പോഴാ പ്രണയമായെന്നൊന്നും അറിഞ്ഞൂടാ. ഇന്നോളം ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു മോളെ. നീ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഉണ്ണിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവുമായിരുന്നില്ല. മനസ്സ് നിറഞ്ഞ് കണ്ണുകൾ തോറിയിരുന്നു അവളുടെ. കേൾക്കാൻ കൊതിച്ചതിലും അപ്പുറം എന്തോ കേട്ടതുപോലെ. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കുനിഞ്ഞാ ചുണ്ടുകളിൽ ആഞ്ഞു മുത്തിയവൾ. കൈകൾ അഴിഞ്ഞതും ഉണ്ണിയുടെ കൈകൾ കഴുത്തിലൂടെ ഇഴഞ്ഞതും അവൾ അറിഞ്ഞില്ല.
അവളൊരു മായാലോകത്തായിരുന്നു. അവിടെ മിത്തുവിൻ്റെ ഉണ്ണിയേട്ടനും മാത്രം. ഒരു കൈയാൽ അവളെ കിടക്കയിലേക്ക് കിടത്തി ഉണ്ണി. ആ ചുണ്ടുകളിലെ തേന്നു വരാൻ വെമ്പുന്ന പൂമ്പാറ്റയായിരുന്നവൻ. അവൻ്റെ കത്തുന്ന കണ്ണുകളെ നോക്കാനാവാതെ മിഴികൾ കൂമ്പിയവൾ. വിരലുകളുടെയും ചുണ്ടുകളുടെയും പരതലിൽ പുളഞ്ഞുപോയി പെണ്ണ്. ആർത്തലച്ചു പെയ്യുന്ന മഴ പോലെ അവളിൽ പെയ്തിറങ്ങുമ്പോൾ ജനലിലൂടെ ഉറ്റുനോക്കുന്ന ആകാശത്തിലെ കുഞ്ഞു താരകൾ നാണത്താൽ മിഴികൾ പൂട്ടി. ഇവിടെ ഭൂഗർഭത്തിൽ ഒരു കുഞ്ഞു വിത്ത് മുളച്ചു പൊന്താൻ വഴി തേടി അലയുകയായിരുന്നിപ്പോൾ. അങ്ങനെ 2ാം പാർട്ട് ഇവിടെ പൂർത്തിയായി. അടുത്ത ഒരു പാർട്ടോടുകൂടി കുഞ്ഞിക്കഥ അവസാനിക്കുകയാണ് കേട്ടോ. അടുത്ത പാർട്ട് വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് പോകണം കേട്ടോ. നാളെ തരില്ല, നാളെ കഴിഞ്ഞ് മാത്രമേ 3ാമത്തെ പാർട്ട്, അതായത് അവസാന ഭാഗം ഉണ്ടായിരിക്കുകയുള്ളൂ.